The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hi dear children, എല്ലാവരും വളരെ ഹാപ്പിയാണ്, ഹെൽത്തിയാണ് അല്ലേ? വർക്കൊക്കെ ചെയ്യുന്നുണ്ടോ? വീഡിയോസ് എല്ലാം കണ്ട് വർക്ക്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ? ലിസൺ, നമ്മൾ ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുകയാണ് അല്ലേ? പുതിയ പുതിയ അറിവുകൾ നേടുകയാണ്. അത് പലയിടത്തുനിന്നും നമുക്ക് നേടാൻ പറ്റും. അത് മാധ്യമങ്ങളാവാം, നമ്മളുടെ സുഹൃത്തുക്കളിൽ നിന്നാവാം, മുതിർന്ന ആളുകളിൽ നിന്നാവാം, ഗ്രാൻഡ് പാരൻസോ അവരിൽ നിന്നാവാം. എവിടെ നിന്നാണെങ്കിലും അറിവ് നേടുന്നത് നല്ല കാര്യം തന്നെയാണ്. മിക്ക പാരൻസും കംപ്ലൈന്റ് പറയാറുണ്ട്, മൊബൈലിൽ കൂടുതൽ സമയം മക്കൾ ചിലവഴിക്കുന്നു, TV ഒരുപാട് സമയം കാണുന്നു. ഇപ്പൊ പ്രത്യേകിച്ചും സ്കൂളിൽ വരണ്ട അല്ലേ, പകല് നിങ്ങൾ വീട്ടിലിരുന്ന് TVയും മൊബൈലും യൂസ് ചെയ്യാനുള്ള സമയം കിട്ടുന്നുണ്ട്. വീഡിയോ ക്ലാസ് കാണുന്നു എന്ന പേരിൽ പാരൻസിനെ പറ്റിക്കാനും പറ്റും. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലേ? നിങ്ങളെല്ലാം നല്ല കുട്ടികളാണ്, നിങ്ങളാരും അത് ചെയ്യില്ല. മൊബൈലും TVയും എല്ലാം നമ്മൾ നല്ല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ നല്ലത് തന്നെയാണ് അല്ലേ? അറിവ് നേടാൻ പറ്റും, കുറേ കാര്യങ്ങൾ നമുക്കൊന്ന് പഠിക്കാനുണ്ട്. നമ്മളുടെ കൂടുതൽ വിലയേറിയ സമയം കൂടുതലും അതിനുവേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അത് നല്ലതല്ല, നമ്മളതിന് അഡിക്റ്റായി പോകും അല്ലേ? നമ്മൾ ഇതിനു വേണ്ടി ചിലവഴിക്കുന്ന സമയം കുറച്ചെങ്കിലും നമ്മളുടെ മുതിർന്നവരുമായി സ്നേഹത്തോടെ സംസാരിക്കാനും അവരോട് ഇടപഴകാനും മാറ്റിവെക്കുകയാണെങ്കിൽ കൂടുതൽ അറിവ് നമുക്ക് അവരിൽ നിന്നും നേടാൻ പറ്റും. അനുഭവമാണ് ഗുരു, കേട്ടിട്ടുണ്ടാവും അല്ലേ? കുറേ അധികം അനുഭവ സമ്പത്തുള്ള ആളുകളാണ് നമ്മളുടെ ഗ്രാൻഡ് പാരൻസ്, നമ്മളുടെ പാരൻസ്. അവർക്ക് കുറേ അധികം കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ടാവും. അവരുടെ കൂടെ നമ്മൾ ചെലവഴിക്കുന്ന സമയം, അപ്പോൾ കിട്ടുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതിനുവേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തണം. ഓക്കെ, പാരൻസ് പറയാറുള്ള ഒരു കംപ്ലൈന്റ് ആണ് അനുസരിക്കുന്നില്ല എന്ന്. അതെന്തുകൊണ്ടാണ് പാരൻസ് പറയുന്നത്? അവർ പറയുമ്പോൾ നിങ്ങൾ തിരിച്ചു മറുപടി പറയുന്നത് കൊണ്ടോ അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാത്തത് കൊണ്ടോ ആയിരിക്കും അല്ലെ? ഈ ഒരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ടോ? മൂത്തവർ വാക്കും മുതുനെല്ലിക്കയും, ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും. കേട്ടിട്ടുണ്ടോ? എന്താ അതിനർത്ഥം? നെല്ലിക്ക എങ്ങനെയാണ്? കടിക്കുമ്പോൾ നമുക്കൊരു കയ്പ്പ് തോന്നും, പിന്നീട് അത് ഭയങ്കര മധുരമാണ് അല്ലെ? വായില് ആ ഉമിനീര് തട്ടുമ്പോൾ ഭയങ്കര മധുരമാണ്. ഇത് തന്നെയാണ് മുതിർന്നവരുടെ വാക്കുകളിൽ നിന്നും നമുക്ക് അനുഭവപ്പെടുന്നത്. അവർ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് സുഖമുള്ള കാര്യങ്ങളായിരിക്കില്ല, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളായിരിക്കും അല്ലെ? നെല്ലിക്ക പോലെ കഴിക്കുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷേ പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൽ കുറേയധികം മധുരിക്കുന്ന കാര്യങ്ങളും ഉണ്ടെന്ന്, നമ്മളുടെ ജീവിതത്തിൽ മധുരം തരുന്ന കാര്യങ്ങളും ഉണ്ടെന്ന്. ടീച്ചർ വിചാരിക്കുന്നു നിങ്ങൾ ഇനിയെങ്കിലും ഈ മൊബൈൽ, TV ഇതിൽ നിന്നെല്ലാം കുറച്ച് മാറി മുതിർന്നവരോടൊത്ത്, നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസിനോടൊത്ത് കുറേ സമയം നിങ്ങൾ ചെലവഴിക്കും. അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് അത് അല്ലേ? അവരത്രയും ഹാപ്പി ആവും നമ്മൾ കൂടെ ഇരിക്കുമ്പോൾ. ഓക്കെ, and now we can move to our chapter. Which was the chapter? Yes, third chapter, equal sharing. We discussed how to divide the numbers in different methods, using different methods. Now we can do one problem. Here the question is, if 175 rupees is divided among 7, how much would each get? How we do this problem? Here the total amount is given as 175 rupees
and we have to divide this among 7 person. So here we want to divide this 175 with the 7 using long division method. So 175 dividing with the 7. The first digit is 1. We are not able to divide 1 with the 7. So we can take the next digit, so we will get 17. How many times we can divide this 17 with 7? Yes, 2 sevens are 40. 3 sevens are 21. It's not possible. So 2 sevens are 40. Now subtract these two, the balance will be 3. Now take the next number, which is 5. How many times we can divide 35 with 7? Yes, 7 5s are 35. So here we have to write 5, 7 5s are 35. Balance will be 0. Okay. So we can divide this 175 rupees among 7 so that each will get 25 rupees. Now this question, we can check this question. If 180 rupees is divided among 7, how much would each get? This is the question. Here the number is, the total amount is 180 rupees and this amount we have to divide among 7 people. Here also we can use the long division method for division. So divide 180 with 7. Here also the first digit is 1. We can't divide 1 with 7. So take the next digit. That is, the number will be 18. So divide 18 with the 7. How many times? Yes, again 2 sevens are 40. Now the balance will be, after subtraction, the balance will be 4. Take the next digit, which is 0. Now how many times we can divide 40 with 7? 7 5s are 35, isn't it? 7 6 are 42. It's not possible. So take 7 5s are 35. When we subtract these two, the balance will be 5. So here we can't divide 180 equally among 7. Here the balance 5 we can't divide equally among 7 people, isn't it? So here you can see, if we divide 180 rupees among 7 people, each will get 25 rupees. First we divided 175 among 7 people, isn't it? And we got, in that problem, 175 dividing with 7, we got the answer 25. That means we divided this amount equally among 7 people and each got 25 rupees. Now it is 180. So if we divide 180 among 7 people, each will be getting 25 rupees and 5 rupees is there as balance amount. Okay. And in maths we can use some names for these numbers. Here this number 5 is named as remainder. And this number 25 we can name as quotient. So this is the remainder and this is the quotient. And this number 7, which is used for division, we can use the name divisor. Now this number 180 we can give the name dividend. Okay, so here this is quotient, this is remainder, and this is the divisor and this is the dividend. And here we can write a relation between the numbers. That means
Here 175 divided by 7 is 25. We can write 175 divided by 7 as 25. We can make multiplication form from this. That is, we can write 175 by using multiplication form, that is 7 into 25. So here we can see the relation, that is divisor into quotient is dividend. Okay, so we can write the relation using the names. So the relation is dividend is equal to divisor into quotient. That is, divisor into quotient will be dividend. Okay, understood? Now we can take the next example, next problem. Here 180 we divided with 7 and we got the quotient 25 and there is a remainder 5 also. So now we can write this problem using the relation. Here it is 180 divided by 7, which is 25. But we have to take this 5 also. So when we write this in the multiplication form, we can take 180 as 7 into 25. But 7 into 25 is 175. So here we have to add this 5 with this number. So here plus 5. That means 180 is 7 into 25 plus 5. So here 180 is the dividend, 7 is the divisor, 25 is the quotient and 5 is the remainder. So we can write this relation using the names. So we can write this as dividend is equal to divisor into quotient, now plus remainder. Now understood the relation? Dividend is equal to divisor into quotient plus remainder. Okay? Now you can see the problems. Fill in the missing numbers. Okay, from that we can do one problem. In that we can take the 6th problem, and in that problem divisor is 16, quotient is 23 and remainder is 8. We have to find out the dividend. Here divisor is 16, quotient is 23 and remainder is 8. Here we have to calculate the dividend. Here we can use that relation, which is dividend equal divisor into quotient plus remainder. And here divisor is 16, quotient is 23 and remainder is 8. So we can take divisor 16 into then quotient 23 plus remainder is 8. So first we have to multiply this 16 and 23, then add 8 with that answer. So 16 into 23. 6 3s are 18. So write 8 here and take balance to this place. 1 3 is 3 plus 1 is 4. Now take this number 2. So multiply 6 with the 2. 6 2s are 12. So write 2 here. So we have to put 0 in the 1's place. Take 2 to the 10th place and 1 we can take to the next place. 1 2 is 2. 2 plus 1 is 3. Now add these two numbers. 8 plus 0, 8. 4 plus 2, 6. Now take 3.
So we got 16 into 23 is 368. Now add 8 with this number. So 368 plus 8 is 376. So here we got the dividend as 376. Now dear children, I hope you understood how to do these problems. Now you can do the balance problems as homework. So this is your homework. Okay, bye. We can see in the next class.